നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. കുട്ടികളുടെ മുഖത്ത് അല്ലെങ്കിൽ ചീക്കിൽ നമ്മുടെ മൗത്തിൻ്റെ ചുറ്റുമായിട്ടൊക്കെ ആയിട്ട് കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വെളുത്ത നിറത്തിലുള്ള പാച്ചുകൾ കാണുക എന്നുള്ളത്. പല അമ്മമാരും അത് പേടിയോടെ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഇതെന്തെങ്കിലും പേടിക്കാനുള്ള കണ്ടീഷനാണോ, പകർച്ചവ്യാധികളാണോ, അത് സോറിയാസിസ് ആണോ അല്ലെങ്കിൽ എക്സിമയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ കാണുന്നത് കോമൺ കണ്ടീഷൻ, ഈ ഒരു വെളുത്ത പാച്ചസ് എന്ന് പറയുന്നത്, റൗണ്ട് ആയിട്ടുള്ള വെളുത്ത പാച്ചസ് എന്ന് പറയുന്നത് പിട്രിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു കോമൺ കണ്ടീഷനാണ്. പിട്രിയാസിസ് ആൽബ എന്ന് പറയുന്നത് നോർമലി കുട്ടികളിൽ ഒരു 3 മുതൽ 15 വയസ്സ് വരെ, ചിലപ്പോൾ 16 വയസ്സ് വരെ നോർമലായിട്ട് കാണുന്നതാണ്. ഇതൊരു റിംഗ്വർം ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എക്സിമയോ ഡെർമറ്റൈറ്റിസുകളോ ഒന്നുമല്ല. ഒരു പിട്രിയാസിസ് ആൽബ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ, പലപ്പോഴും കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈനെസ് കൂടുതലുള്ളതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സ്കിന്നിൽ കൂടുതലായിട്ട് മോയ്സ്ചർ ഇല്ല എങ്കിൽ പലപ്പോഴും അത് ഡ്രൈ ആവാനും ആ ഏരിയ വെളുത്ത നിറത്തിൽ കാണാനുമുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു കാരണമാണ് ഒന്നുണ്ടാകുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് കൂടുതൽ സൺ എക്സ്പോഷർ ഉണ്ടാവുന്നത് കൊണ്ടാണ്. സൺ എക്സ്പോഷർ ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾക്ക് എവിടെയാണോ സൺലൈറ്റ് അടിക്കുന്നത് ആ ഒരു ഏരിയ, കുട്ടികളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ കൂടുതൽ സെൻസിറ്റീവ്നെസ് ഉണ്ടാവുകയും അത് കാരണം അവിടെ വെളുത്ത നിറത്തിൽ സൺ റിയാക്ഷനായിട്ട് അല്ലെങ്കിൽ എക്സ്പോഷർ കൂടുതൽ ഉണ്ടാകുന്ന കാരണം നമുക്ക് അവിടെ ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു കണ്ടീഷൻ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണെന്നുള്ളത് അർത്ഥം. പലപ്പോഴും ക്ലിനിക്കിൽ കുട്ടികൾ വരുന്ന സമയത്ത് ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പോൾ ഇത് ആങ്സൈറ്റിയാണ് ഈ പാരൻസിൻ്റെ മെയിൻ പ്രശ്നം ഉണ്ടാവുക. ഇത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിൻ്റെ കുറവാണോ, അത് കുറവാണോ, ഇത് കുറവാണോ, എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണോ, ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ കാരണം ഇത് 2 കാരണം കൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 കാരണങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും, തണുത്ത കാലത്താണ് നമ്മുടെ ശരീരത്തിലെ ഈർപ്പം കുറയുന്നത്, എന്ന് വെച്ചാൽ മോയ്സ്ചർ കുറയുന്നത്. ആ സമയത്ത് ഇത് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വിൻ്റർ സീസണൊക്കെ ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കേസ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, കുട്ടികളുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനകത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം കുട്ടികളുടെ ശരീരത്തിൽ ഡ്രൈനെസ് കൂടുതൽ ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ ഒരു പാച്ചസ് കൂടി വരും. അപ്പോൾ മുഖത്തൊക്കെ പെട്ടെന്ന് കാണുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കും, ഇത് കൂടുതൽ കാലം ഇങ്ങനെ നിൽക്കുമോ, വെള്ളപ്പാണ്ട് പോലെ ആവുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് നോക്കുക. വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി എങ്ങനെ കൊടുക്കാൻ കഴിയുമോ ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, മൈൽഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ. അത് കുട്ടികളുടെ മോയ്സ്ചറൈസർ ഉണ്ടാവും, നിങ്ങൾ പാരൻസ് യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അവരുടെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും കുട്ടികളുടെ മോയ്സ്ചറൈസർ പാരൻസോ അല്ലെങ്കിൽ പാരൻസിൻ്റെ മോയ്സ്ചറൈസർ കുട്ടികളോ യൂസ് ചെയ്ത്, കാരണം 2 പേരുടെയും സ്കിൻ എന്ന് പറയുന്നത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. കുട്ടികളിൽ ആ ഒരു സമയത്ത് ചെറിയൊരു പ്രായത്തിൽ ഓയിൽ കണ്ടൻ്റ് ഒക്കെ കുറവായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അവർക്ക് വേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യേണ്ട മോയ്സ്ചറൈസറുകൾ ആയിരിക്കില്ല അവർക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ കുട്ടികളുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് അത് 1-2 തവണ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെന്ന് പറയുന്നത് SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നുള്ളത്. കുട്ടികളുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കിഡ്സ് സൺസ്ക്രീൻ ഒരുപാട് അവൈലബിൾ ആണ്. അത് ബെറ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് ഇത്ര സെൻസിറ്റിവിറ്റി നോക്കിയതിന് ശേഷം ഏതാണ് ഏറ്റവും കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രയും ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കിത് ഈസിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എപ്പോഴൊക്കെ ഡ്രൈ ആവുന്നു അപ്പോഴൊക്കെ വന്നേക്കാം. എപ്പോഴൊക്കെ അവർ കൂടുതലായിട്ട് വെയിലിൽ കളിക്കുന്നുണ്ടോ, സൺ എക്സ്പോഷേഴ്സ് ഉണ്ടോ, അപ്പോഴൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അത് മാനേജ് ചെയ്യാണ് വേണ്ടത്. ചില ആളുകളൊക്കെ ഒരാഴ്ചത്തേക്ക് മോയ്സ്ചറൈസറൊക്കെ കൊടുത്ത് മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത ആഴ്ച വരും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 1 മന്ത് പ്രോപ്പറായിട്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കാണാം എന്നുള്ളത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് വീണ്ടും വീണ്ടും വന്നേക്കാം. അതിനെ മാനേജ് ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്ക് കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതുപോലെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി എപ്പോഴും വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളിൽ എപ്പോഴും ഡെഫിഷ്യൻസീസ് ഉണ്ടാവാറുണ്ട്. ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ എക്സിമ കാരണമുള്ള പാച്ചുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസറും അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാറാത്തതാണെങ്കിൽ പലപ്പോഴും ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. അതല്ല, നിങ്ങൾക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ തന്നെ പറയും ടെസ്റ്റ് വേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് അലർജി കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കണ്ടീഷനാണ്, സോറിയാസിസ് ആണോ, എക്സിമയാണോ, വേറെ എന്തെങ്കിലും ഡെർമറ്റൈറ്റിസ് റാഷസുകളാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളപ്പാണ്ട് പോലെയാണോ എന്നൊക്കെ ഉള്ളത്
നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ അവർ തീരുമാനിക്കും ഇത് ഏതാണ് കണ്ടീഷൻ എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളിൽ ഒരു വെളുത്തപ്പാട് കാണുന്ന സമയത്ത് തന്നെ ഇത് പാനിക് ആവാതെ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കുട്ടികളിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാവോ എന്നുള്ളവർക്കും ഭയങ്കര ഡൗട്ടായിരിക്കും. നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. കുട്ടികൾ നല്ല രീതിയിൽ സൺ എക്സ്പോഷർ ഉണ്ടാകും. കുട്ടികൾക്ക് പെട്ടെന്ന് സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അവർക്ക് ഇതുപോലെയുള്ള ഈ ഒരു പാച്ചസുകൾ പൊങ്ങുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും SPF അടങ്ങിയിട്ടുള്ള നല്ലൊരു SPF 30 ഒക്കെയുള്ള നല്ല സൺസ്ക്രീനുകൾ, കിഡ് സൺസ്ക്രീനുകൾ യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ ഈ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.